എല്ലാ മാന്യ പ്രേക്ഷകർക്കും അടുത്തറിയാമിൻ്റെ പുതിയൊരു സെഗ്മെൻറ്റിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും തന്നെ അതല്ലെങ്കിൽ നമ്മളുടെ ഫ്യൂച്ചറിലോ അതല്ലെങ്കിൽ നമ്മളുടെ അറിയാവുന്നവരൊക്കെ തന്നെ മിക്കവരും പുറത്ത് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും മിക്കവരും തന്നെ. പക്ഷെ പുറത്ത് പോയി പഠിക്കണം എന്നൊക്കെ വിചാരിക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ എന്ന് നമ്മളിങ്ങനെ നോക്കി തന്നെ കാണാൻ പറ്റുന്ന ഒരൊറ്റ പേരേ ഉള്ളൂ, അത് സാന്റാ മോണിക്കയാണ്. സോ ഇന്ന് നമ്മൾ കൊച്ചിയിലെ സാന്റാ മോണിക്കയുടെ ഓഫീസിലാണ് ഉള്ളത്. സോ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു തരാനും ഒക്കെ ആയിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ഉൾക്കൊള്ളിക്കുന്നുണ്ട്. സോ ഡെഫിനറ്റ്ലി വാച്ച്. നമുക്ക് സെഗ്മെന്റിലേക്ക് പോവാം. ഇന്ന് നമ്മളുടെ കൂടെയുള്ളത് ഗ്ലോബൽ എഡ്യൂക്കേഷൻ സർവീസിൽ തന്നെ നമ്പർ 1 ആയിട്ട് നമ്മുടെ ഇന്ത്യയിൽ തന്നെ നിൽക്കുന്ന, ഇന്ത്യയിൽ നിന്നല്ല നമ്മളുടെ ഇൻ്റർനാഷണൽ നോക്കുകയാണെങ്കിൽ തന്നെ നമ്പർ 1 ആണെന്ന് തന്നെ പറയാൻ പറ്റുന്ന സാന്റാ മോണിക്കയുടെ അമരക്കാരനായിട്ടുള്ള ഡെന്നി തോമസ് വട്ടക്കുന്നിൽ സാറിനെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. സാറിനെ നമ്മളുടെ പ്രോഗ്രാമിലേക്ക് വെൽക്കം ചെയ്യാം. വെൽക്കം സർ. സോ നമ്മളുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ആയിട്ട് ഒരുപാട് എഡ്യൂക്കേഷണൽ സർവീസ് കൊടുക്കുന്ന ആൾക്കാർ, ഗ്ലോബലി കൊടുക്കുന്ന ആൾക്കാർ അവൈലബിൾ ആണ്. പക്ഷേ ഇത്രയും ഒരു ലോങ് ജേർണി നമ്മളുടെ സാന്റാ മോണിക്കയ്ക്ക് ഉണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2002 സ്റ്റാർട്ട് ചെയ്തതാണെന്ന് നമുക്കറിയാം. സോ ഈ ഒരു 24 ഇയേഴ്സ് ആവുന്ന ഈ ഒരു ജേർണിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് സാറിനെ കൂടുതലും ഈ ഒരു എഡ്യൂക്കേഷണൽ ആ ഒരു കാര്യങ്ങളെ പറ്റിയിട്ട് കുറച്ചുകൂടെ വലുതാക്കാനായിട്ട് സഹായിച്ചിട്ടുള്ളത്? ആ ഒരു ജേർണി ഒന്ന് പറയാമോ? എങ്ങനെയാണ് ഈ ഒരു തോട്ട് സാറിലേക്ക് വരുന്നത്? സാന്റാ മോണിക്ക തുടങ്ങുന്നത് തന്നെ 2000-ന്റെ ആദ്യ കാലഘട്ടങ്ങളിലാണ്. നമുക്കറിയാം, ആ കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ 90-ന് ശേഷമാണ് കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ വിദേശത്തേക്ക് ജോലി തേടി. ഇപ്പോൾ ഗൾഫ് മാറിയിട്ട് അത്രയും കാലം ആൾക്കാരെല്ലാവരും യാത്ര ചെയ്തിരുന്നു അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടി അന്വേഷിച്ച് പോയിരുന്ന ഗൾഫ് മേഖലകളാണ്. അതിനുശേഷം 2090-ന്റെ ഒരു പകുതി 90-95 കാലഘട്ടങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വിദേശത്ത് മറ്റ് വെസ്റ്റേൺ കൺട്രികളിൽ ജോലി തേടി പോയത്. പക്ഷെ അത് മുഴുവനും ഹെൽത്ത് കെയർ ഫീൽഡിലുള്ള ആൾക്കാരാണെന്ന് പോയത്. പക്ഷെ അന്നത്തെ കാലത്തൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിക്കാറൊക്കെ ഉണ്ട്, നമുക്ക് മറ്റു മേഖലയിലുള്ളവർക്ക് എന്താണ് അവസരം. അപ്പം അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മളിങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കുകയും, എന്നാൽ നേരിട്ട് ജോലി കിട്ടാൻ ഈ വെസ്റ്റേൺ കൺട്രികളിലൊക്കെ നേരിട്ട് ജോലി കിട്ടാൻ അതിൻ്റേതായ പ്രയാസങ്ങളുണ്ട്. പക്ഷേ പകരം അവിടെ ഒരു കോഴ്സ് പഠിക്കുകയും ആ കോഴ്സിനെ തുടർന്ന് അവിടെ സ്റ്റേ ബാക്ക് കിട്ടുകയും അവിടെ തന്നെ ജോബ് കിട്ടാനും അല്ലെങ്കിൽ പെർമനൻറ്റ് റെസിഡൻസ് കിട്ടി അവിടെ ഒരു സിറ്റിസൺഷിപ്പിലേക്കൊക്കെ മാറാനുള്ള അവസരങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് 2002 സാന്റാ മോണിക്ക എന്ന ചെറിയൊരു തുടക്കത്തിന് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. അതാണ് ഞങ്ങളുടെ ജേർണിയുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. പക്ഷേ ഇന്ന് 10-24 വർഷമായി ഇന്ന്. കാരണം ഇത് ഒരുപാട് വെല്ലുവിളികളുള്ള മേഖലയാണ്. കാരണം ഇന്ന് 30ഓളം രാജ്യങ്ങളിൽ 850 യൂണിവേഴ്സിറ്റികളിലേക്ക് ആൾക്കാരെ നിരന്തരം ഞങ്ങൾ വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷവും ഞങ്ങളുടെ ഒരു വിജയമെന്ന് പറയുന്നത് ഒരാൾ അല്ലെങ്കിൽ അടുത്ത ആളുടെ റെഫറൻസ് വഴിയാണ് ഈ സ്ഥാപനത്തിൻ്റെ ഒരു വളർച്ചയും വിജയവും എന്നൊക്കെ പറയുന്നത്. നല്ല സർവീസ് കൊടുക്കുക എന്നുള്ളതാണ്. അതായത് ഒരു സ്റ്റുഡൻറ്റ് ഇവിടെ വരികയാണെങ്കിൽ അവർക്ക് ആവശ്യമുള്ളത് എന്താണെന്നോ അത് കണ്ടുപിടിച്ച് അവർക്ക് പറ്റിയ യൂണിവേഴ്സിറ്റീസ്, കോഴ്സ്, രാജ്യം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നന്നായി നമ്മൾ പഠിച്ച് അവർക്ക് വേണ്ട അവസരം ഏതാണെന്ന് കണ്ടുപിടിച്ച് കൊടുക്കുന്നതിലാണ് നമ്മുടെ ഒരു മികവ് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അത് ഇത്രയും കാലത്തെ ഞങ്ങളുടെ ഒരു സർവീസിൽ നിന്ന് കിട്ടുന്ന ആ ഒരു റെഫറൻസും ഒരു സപ്പോർട്ടുമാണ് ഞങ്ങളെ ഈ ഒരു വിജയത്തിൻ്റെ ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചതെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. സോ തീർച്ചയായിട്ടും നമ്മളുടെ ഈ ഒരു ഗ്ലോബൽ എഡ്യൂക്കേഷൻ സർവീസ് ഈ ഒരു മേഖലയിൽ ഒരുപാട് കോമ്പറ്റീഷൻ നടക്കുന്ന ഒരു ഫീൽഡാണ്. ഒരുപാട് ഏജൻസീസ് അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ കോമ്പറ്റീഷനാണ്. അതുപോലെ തന്നെ അവർ ഫേക്കായിട്ടുള്ള കാര്യങ്ങൾ വരെയും ക്ലെയിം ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്നും ഇപ്പോൾ ഈ ഒരു ബ്രാൻഡായിട്ട് തന്നെ സാന്റാ മോണിക്ക നിലനിൽക്കണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു റിക്വയർമെൻറ്റ് ഒരു സ്റ്റുഡൻറ്റ് കൊണ്ടുവരുമ്പോൾ അവർക്ക് എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ സർവീസുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, അവർ ഇവിടെ നിന്ന് അവരുടെ ലക്ഷ്യസ്ഥാനത്ത് വരെ എത്തിക്കുമ്പോൾ ആ ഒരു ത്രൂ ഔട്ട് പ്രോസസ്സ് അത് സാർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും? നമ്മുടെ ഈ മേഖലയിൽ ഒരുപാട് ആൾക്കാർ പ്രവർത്തിക്കുന്നുണ്ട്. ഒരുപാട് നല്ല ഏജൻസികൾ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അല്ലാതെ ഒരുപാട് പരാതികൾ ഈ രംഗത്ത് വരാറുണ്ട്. ഞങ്ങളെപ്പോഴും പറയുന്നത് ഈ ഒരു രംഗത്തേക്ക് ഒരു സ്റ്റുഡൻറ്റ് വിദേശത്തേക്ക് പഠിക്കാൻ പോകുന്ന ഒരുപാട് മോഹങ്ങളും ഒരുപാട് സ്വപ്നങ്ങളുമൊക്കെ ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് കൃത്യമായ ഒരു ദിശാബോധം കൊടുക്കുകയും ഏറ്റവും നല്ല അവർക്ക് പറ്റിയ ഏറ്റവും നല്ല കോഴ്സ് കണ്ടുപിടിച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരാളുടെ അടുത്ത് എത്തുക എന്നുള്ളതാണ്. അതിൽ എക്സ്പീരിയൻസ് ആണ് അതിൻ്റെ അകത്ത് ഏറ്റവും വലിയ പ്രധാന ഘടകം. നമ്മളെ സംബന്ധിച്ച് ഞങ്ങളുടെ ഒരു 24 വർഷത്തെ അനുഭവത്തിൽ
ഞങ്ങൾക്ക് മനസ്സിലായത് നമുക്ക് ആ യൂണിവേഴ്സിറ്റി ഏത് യൂണിവേഴ്സിറ്റിയാണ് ആ യൂണിവേഴ്സിറ്റിയെക്കുറിച്ചും ആ രാജ്യത്തെക്കുറിച്ചും ഒക്കെ കൃത്യമായ അറിവുണ്ടാവണം. ആ രാജ്യത്തെ നിയമങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. ആ രാജ്യത്ത് വരുന്ന മാറ്റങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. ഇതെല്ലാം അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഒരാളെ കൃത്യമായി ഗൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഒന്നോ രണ്ടോ രാജ്യങ്ങളിൽ നിന്നല്ല ഈ ആവശ്യമായ, അതായത് ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് ഏത് രാജ്യത്താണ് പോകാൻ ആഗ്രഹിക്കുന്നത് ആ രാജ്യത്തെ അവിടുത്തെ സാഹചര്യങ്ങളെക്കുറിച്ച് കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും അവിടുത്തെ യൂണിവേഴ്സിറ്റികളുമായിട്ട് നേരിട്ട് ബന്ധമുള്ളവരുമായിട്ടാണ് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അവിടെ ചെന്ന് അവരുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാനും ഒരു വിജയത്തിൻ്റെ പാതാവിലേക്ക് നീങ്ങാനും പറ്റും. അതുപോലെ തന്നെയാണ് ഞങ്ങൾ ഈ രംഗത്ത് കൊടുക്കുന്ന സർവീസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടിക്ക് ഏറ്റവും അത്യാവശ്യമായ ഒരു കൗൺസിലിംഗ് ആണ്. അത് കൃത്യമായിട്ട് അവരുടെ ഒരു കഴിവിനും അവരുടെ ആഗ്രഹങ്ങളും അവരുടെ സാമ്പത്തിക ബാക്ക്ഗ്രൗണ്ടും എല്ലാം നോക്കിയിട്ടാണ് നമ്മളൊരു കോഴ്സ് സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം അവർക്കുള്ള ആപ്ലിക്കേഷൻ സപ്പോർട്ട്, വിസ സപ്പോർട്ട്, അത് കഴിഞ്ഞാൽ അവരുടെ ട്രാവൽ അറേഞ്ച്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിക്കറ്റിങ് തുടങ്ങി അവരവിടെ ചെന്ന് കഴിഞ്ഞാൽ എയർപോർട്ട് പിക്കപ്പ്, ഇനിഷ്യൽ അക്കോമഡേഷൻ, അങ്ങനെ എല്ലാ കാര്യങ്ങളും ആ ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് എൻഡ് ടു എൻഡ് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. മാത്രമല്ല ആ കുട്ടി ഇവിടുന്ന് പോകുന്ന ആൾക്കാരുമായിട്ട് ആ ബന്ധം അവിടെ പോയി കുട്ടി കോളേജ് ചേർന്ന യൂണിവേഴ്സിറ്റി ചേർന്നതുകൊണ്ട് മാത്രം അവസാനിക്കുന്നില്ല. അവർ ആയിട്ട് നിരന്തരം അവരുമായിട്ടുള്ള ബന്ധങ്ങൾ കണ്ടിന്യൂ ചെയ്യും. അവരിൽ തന്നെയാണ് ഞങ്ങളുടെ വളർച്ച എന്ന് ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ഒരുപാട് റെഫറൻസുകൾ വരുന്ന ഈ കുട്ടികൾ പോയവരിൽ നിന്ന് തന്നെയാണ്. അങ്ങനെ എല്ലാ രീതിയിലും ഒരു സ്റ്റുഡൻറ്റിനെ വിടുക എന്ന് പറഞ്ഞാൽ ഒരു ഫാമിലിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ആ സ്റ്റുഡൻറ്റിൻ്റെ ഫ്യൂച്ചർ അനുസരിച്ചിരിക്കാൻ ആ ഒരു ഫാമിലിയുടെ ഫ്യൂച്ചർ എന്നുള്ള ഒരു വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും ഒരു നല്ല സർവീസ് കൊടുക്കാനുള്ള രീതിയിലേക്ക് ഇത് മാറിയത് കൊണ്ടാണ് ഈ ഒരു 24 വർഷത്തെ ഞങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. സാന്റാ മോണിക്കയ്ക്ക് എത്രത്തോളം എസ്റ്റാബ്ലിഷ്ഡ് ആണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ നമുക്ക് എത്രത്തോളം ബ്രാഞ്ചസ് അല്ലെങ്കിൽ ഏതൊക്കെ കൺട്രീസിലാണ് നമ്മുടെ സർവീസ് അവൈലബിൾ ആയിട്ടുള്ളത്? സോ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറയാമോ? ഞങ്ങളുടെ ഏതാണ്ട് 56ഓളം ബ്രാഞ്ചുകളിലായിട്ട് 2200ഓളം സ്റ്റാഫിൻ്റെ ഒരു സർവീസാണ് ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നൽകുന്നത്. കാരണം എല്ലാവരും വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു സ്റ്റാഫ് സ്ട്രെങ്താണ് നമുക്കുള്ളത്. അവർ വഴിയാണ് ഈ കുട്ടികളുമായിട്ടുള്ള ഇൻട്രാക്ഷനും അവർക്ക് വേണ്ടിയുള്ള സർവീസും ആഫ്റ്റർ സർവീസും എല്ലാം നൽകുന്നത്. സ്റ്റഡി അബ്രോഡ് അല്ലാതെ വേറെ എന്തൊക്കെ സർവീസ് നമ്മുടെ സാന്റാ മോണിക്ക പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? സാന്റാ മോണിക്കയെ സംബന്ധിച്ച് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ആണ്. ഇപ്പോൾ സ്റ്റഡി അബ്രോഡ് കൂടാതെ ഞങ്ങൾക്ക് സാന്റാ മോണിക്ക ടൂർസ് ആൻഡ് ട്രാവൽസ് ഉണ്ട്, സാന്റാ മോണിക്ക ഫിൻടെക് ഉണ്ട്, സാന്റാ മോണിക്ക ഫോറക്സ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡൻസിനെ മാത്രമല്ല, ഞങ്ങളുമായി റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരും അല്ലാത്തവരും. നമുക്കറിയാം കേരളത്തിലെ ആൾക്കാരിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡ് ഈ പ്രത്യേകിച്ചും കോവിഡിന് ശേഷം ആൾക്കാരുടെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലോക രാജ്യങ്ങൾ കാണാം. ഞങ്ങളെ സംബന്ധിച്ച് 193 രാജ്യങ്ങളിലേക്ക് വിസ സർവീസ്, ടിക്കറ്റിംഗ് സർവീസ്, ടൂർ സർവീസ് എല്ലാം ഈ കഴിഞ്ഞ ഒരു വർഷം ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. അതായത് 25,000-ഓളം ആൾക്കാരാണ് കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ വഴി വിദേശത്ത് ടൂറിനായിട്ടും അല്ലെങ്കിൽ ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ ടൂറിനായിട്ടും ഒക്കെ ആശ്രയിച്ചിരിക്കുന്ന സ്ഥാപനത്തെ. അപ്പോൾ ആ രംഗത്തുള്ള ഒരു വളർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പണ്ടത്തെ പോലെയല്ല, ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ആ രംഗത്ത് വരുന്നുണ്ട്. അപ്പോൾ ആൾക്കാരെ സംബന്ധിച്ച് ഇന്ന് ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് മൂവ് ചെയ്യുക എന്നുള്ളതല്ല, ലോകത്തെ ഏതൊക്കെ രാജ്യങ്ങളുണ്ടെന്നും ആ രാജ്യങ്ങളിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്നും ആ രാജ്യങ്ങളിലെ കാഴ്ചകളും അവിടുത്തെ ആൾക്കാരുമായി ഇൻട്രാക്ട് ചെയ്യാനും അവിടുത്തെ യാത്രയും അവിടുത്തെ ആൾക്കാരുടെ കൾച്ചറും ഭക്ഷണവും ഒക്കെ എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വലിയൊരു ജനവിഭാഗമായിട്ട് കേരളത്തിലുള്ള ആൾക്കാർ മാറിയിരിക്കുകയാണ്. നമുക്കറിയാം അതുപോലെ തന്നെ കേരളത്തിലേക്ക് ഒരുപാട് ആൾക്കാർ നമ്മൾ കേരളം കാണാൻ വേണ്ടി ടൂറിസ്റ്റുകളായിട്ട് വരാറുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ കേരളത്തിലേക്ക് ടൂറിസ്റ്റുകൾ കൂടുതൽ നമുക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റിയെങ്കിൽ കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയിൽ മാറ്റം ഉണ്ടാവും, നമ്മുടെ ആൾക്കാരുടെ വരുമാനത്തിൽ മാറ്റങ്ങൾ വരും. ഒരു വലിയ മാറ്റങ്ങളിലേക്ക് തുടക്കങ്ങളാണ് നമ്മൾ ഈ അടുത്ത 3-4 വർഷമായിട്ട് കാണുന്നത്. അപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് ആൾക്കാർ പുറത്തേക്ക് പോകുന്നത് മാത്രമല്ല, നമ്മുടെ നാട്ടിലേക്ക് അതുപോലെ തന്നെ ആൾക്കാരെ അട്രാക്ട് ചെയ്യാനും നമുക്ക് കഴിയണം. ഇതാണ് നമ്മൾ സാന്റാ മോണിക്ക ടൂർസ് ആൻഡ് ട്രാവൽസിൻ്റെ ഒരു ആഗ്രഹം. സോ എന്തൊക്കെയാണ് സാന്റാ മോണിക്കയുടെ ഫ്യൂച്ചർ പ്ലാൻസ് എന്ന് പറയുന്നത്? ഞങ്ങളെ സംബന്ധിച്ച് ഈ വർഷം ഈ അടുത്ത 2-3 വർഷത്തേക്ക് വലിയ ഈ സാന്റാ മോണിക്ക ഗ്രൂപ്പിൻ്റെ ഒരു വിപുലീകരണമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ സൗത്ത് ഇന്ത്യയിൽ മാത്രമാണ് ഞങ്ങൾ ഇന്ത്യയിൽ പ്രസൻസ് ഉള്ളത്. മറ്റ് സ്റ്റേറ്റുകളിലേക്ക്, ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകളിലേക്ക് സാന്റാ മോണിക്ക ടൂർസ് ആൻഡ് ട്രാവൽസിന് സ്റ്റഡി അബ്രോഡിൻ്റെ ബ്രാഞ്ചുകൾ വർദ്ധിപ്പിക്കുക. അതുപോലെ GCCയിലെ ഇപ്പോൾ അബുദാബിയിലും ബഹ്റിനിലും മാത്രമേ ഓഫീസുള്ളൂ. ഇനി അത് ദുബായിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ആഗ്രഹിക്കുന്നുണ്ട്. സൗദി, ഖത്തർ, കുവൈറ്റ്, ഒമാൻ അങ്ങനെയുള്ള രാജ്യങ്ങളിലേക്ക് ഞങ്ങൾ എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഓസ്ട്രേലിയയിൽ ഞങ്ങൾ പുതിയ ഓഫീസ് തുടങ്ങുന്നതിനെക്കുറിച്ച്
സീരിയസ് ആയിട്ട് തിങ്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എക്സ്പാൻഷനാണ് ഞങ്ങളുടെ ഈ ഇനി വരുന്ന 2-3 വർഷത്തെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട അജണ്ട തന്നെ. ഓക്കെ, സോ തീർച്ചയായിട്ടും ഗ്ലോബലി ഇത്രയും എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ബെസ്റ്റ് നമ്പർ 1 എന്ന് പറയാൻ പറ്റുന്ന സാന്റാ മോണിക്കയ്ക്ക് ഇനിയും ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കട്ടെ. തീർച്ചയായിട്ടും വേൾഡ് നമ്പർ 1 തന്നെ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. ആൻഡ് താങ്ക് യു സോ മച്ച് സാർ, നമ്മളുടെ കൂടെ ഇത്രയും സമയം സ്പെൻഡ് ചെയ്തതിന്. താങ്ക് യു. സോ ഇന്നത്തെ അടുത്തറിയാമിൻ്റെ ഈ ഒരു സെഗ്മെൻറ്റ് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇനിയും അടുത്തൊരു സെഗ്മെൻറ്റിൽ പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ദിസ് ഇസ് ദേവിക. ബൈ.